തമിഴ്നാട്ടിൽ 70 വയസ്സും അതിനു മുകളിൽ പ്രായമുള്ളതുമായ മുഴുവൻ മുതിർന്ന പൗരന്മാർക്കും സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന മുഖ്യമന്ത്രിയുടെ വയോജന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പ്രഖ്യാപിച്ചു. വരുമാന പരിധിയില്ലാതെ ഏകദേശം 38 ലക്ഷത്തോളം മുതിർന്ന പൗരന്മാർക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും. തമിഴ്നാട് നിയമസഭയിൽ ആരോഗ്യവകുപ്പ് മന്ത്രി KG അരുൺരാജാണ് പദ്ധതി പ്രഖ്യാപിച്ചത്. വിദഗ്ധ ചികിത്സ ആവശ്യമുള്ള ഗുരുതര രോഗങ്ങൾ, ഹൃദ്രോഗങ്ങൾ, അവയവം മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ തുടങ്ങിയവയ്ക്ക് പദ്ധതിയിലൂടെ സൗജന്യ ചികിത്സ ലഭ്യമാക്കും. സർക്കാർ ആശുപത്രികൾക്ക് പുറമെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സ്വകാര്യ ആശുപത്രികൾ വഴിയും ഈ ആനുകൂല്യം ലഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ആയുഷ്മാൻ ഭാരത്, തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയുടെ സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി എന്നിവയുമായി സംയോജിപ്പിച്ചായിരിക്കും ഇത് നടപ്പിലാക്കുക. നിലവിൽ കുടുംബത്തിന് പ്രതിവർഷം 5 ലക്ഷം രൂപ നിരക്കിൽ 1.45 കോടി കുടുംബങ്ങൾക്ക് ഈ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നുണ്ട്. കൂടാതെ അവയവം മാറ്റിവെക്കൽ, കോക്ലിയർ ഇംപ്ലാന്റേഷൻ തുടങ്ങിയ സങ്കീർണമായ ശസ്ത്രക്രിയകൾക്കായി പ്രത്യേക ഫണ്ടിൽ നിന്ന് 23 ലക്ഷം രൂപ വരെ സഹായം നൽകുമെന്നും മുതിർന്ന ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. വിട്ടുമാറാത്ത രോഗങ്ങൾക്കും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്കുമുള്ള നൂതന ചികിത്സയ്ക്കും ഇൻഷുറൻസ് ലഭിക്കും. അവയവമാറ്റ ശസ്ത്രക്രിയകൾക്കും ഇൻഷുറൻസ് പരിരക്ഷയുണ്ടാകും. 23 ലക്ഷം രൂപ വരെ പദ്ധതിയിൽ ലഭ്യമാക്കുമെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു. നിലവിലുള്ള മുഖ്യമന്ത്രിയുടെ സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി, കേന്ദ്ര സർക്കാരിന്റെ ആയുഷ്മാൻ ഭാരത്, പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പദ്ധതി എന്നിവയുമായി ചേർന്നാകും പുതിയ പദ്ധതി നടപ്പാക്കുകയെന്നാണ് സൂചന. ഇതുകൂടാതെ പ്രസവാവധിയിൽ ചരിത്രപരമായ തീരുമാനവുമായി തമിഴ്നാട് സർക്കാർ. മുഖ്യമന്ത്രി C. ജോസഫ് വിജയ് നേതൃത്വം നൽകുന്ന തമിഴ്നാട് സർക്കാർ സംസ്ഥാനത്തെ വനിതാ സർക്കാർ ജീവനക്കാർക്ക് മൂന്നാമത്തെ കുഞ്ഞിനും 365 ദിവസത്തെ ശമ്പളത്തോടു കൂടിയ പ്രസവാവധി അനുവദിച്ചുകൊണ്ട് ഉത്തരവിട്ടു. ഇതിനു മുമ്പ് ആദ്യ 2 കുട്ടികൾക്ക് മാത്രമായിരുന്നു 1 വർഷത്തെ പൂർണ്ണ ശമ്പളത്തോടു കൂടിയ അവധി ലഭിച്ചിരുന്നത്. മൂന്നാമത്തെ കുട്ടിക്ക് ലഭിച്ചിരുന്ന 12 ആഴ്ചത്തെ പ്രസവാവധി എന്ന നിബന്ധനയാണ് ഇപ്പോൾ സർക്കാർ 1 വർഷമാക്കി ഉയർത്തിയിരിക്കുന്നത്. നിയമസഭയിൽ മാനവവിഭവശേഷി മന്ത്രി D. ശരത് കുമാറാണ് ഇക്കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. ഈ തീരുമാനത്തോടെ 3 കുട്ടികൾ വരെയുള്ള സ്ത്രീകൾക്ക് ഒരേ ആനുകൂല്യം ലഭിക്കും. സർക്കാർ ജീവനക്കാർക്ക് തുല്യമായ പരിഗണന തൊഴിലിടത്തിൽ ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പുതിയ നയപരമായ മാറ്റം. ഇത് സംബന്ധിച്ചുള്ള സമഗ്രമായ സർക്കാർ ഉത്തരവ് വൈകാതെ പുറത്തിറങ്ങും. തമിഴ്നാട്ടിലെ സ്ത്രീകളുടെ ക്ഷേമം മുൻനിർത്തിയും ജോലിസ്ഥലത്തെ തുല്യത വർദ്ധിപ്പിക്കാനും ഈ നീക്കം വലിയ രീതിയിൽ സഹായിക്കുമെന്നാണ് സർക്കാർ വിലയിരുത്തുന്നത്. സംസ്ഥാനത്തെ ജനന നിരക്കിലുണ്ടായിരിക്കുന്ന വലിയ ഇടിവാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് സർക്കാരിനെ എത്തിച്ചത്. തമിഴ്നാട്ടിലെ ജനനനിരക്ക് 1.4 താഴുകയും സംസ്ഥാനത്തെ 16% ജനങ്ങൾ 60 വയസ്സിന് മുകളിലുള്ളവരുമാണ് എന്ന വസ്തുത സർക്കാർ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. കുറഞ്ഞുവരുന്ന ജനന നിരക്കിനെ മറികടക്കാനും വളർന്നുവരുന്ന കുടുംബങ്ങളെ സഹായിക്കാനും ഇത്തരം സാമൂഹിക സുരക്ഷാ പദ്ധതികൾ അത്യാവശ്യമാണെന്ന് ഭരണകൂടം വിശ്വസിക്കുന്നു. കൂടാതെ സംസ്ഥാനത്തെ കാർഷിക വായ്പാ എഴുതിത്തള്ളൽ പദ്ധതി വൻതോതിൽ വിപുലീകരിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം നീക്കം നടത്തിയിരുന്നു. കൃഷിമേഖലയിലെ പ്രതിസന്ധികൾ മറികടക്കാൻ കർഷകർക്ക് കരുത്തേകുന്ന ഈ തീരുമാനം സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന സാധാരണക്കാരായ കർഷകർക്ക് വലിയ ആശ്വാസമാകും നൽകുക. പുതിയ പ്രഖ്യാപന പ്രകാരം സഹകരണ ബാങ്കുകളിൽ നിന്നെടുത്തിട്ടുള്ള 75,000 രൂപ വരെയുള്ള എല്ലാ കാർഷിക വായ്പകളും പൂർണ്ണമായും സർക്കാർ എഴുതിത്തള്ളും. 75,000 രൂപയ്ക്കും 1 ലക്ഷം രൂപയ്ക്കും ഇടയിലുള്ള വായ്പകൾ 75,000 രൂപ വരെ ഇളവ് ലഭിക്കും. 1 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള വായ്പകൾക്ക് നിലവിലുള്ളതുപോലെ പരമാവധി 35,000 രൂപയുടെ ഇളവ് തുടരുമെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ പുതിയ നടപടിയിലൂടെ അധികമായി 1.38 ലക്ഷം കർഷകർക്ക് കൂടി ഗുണം ലഭിക്കുമെന്ന് കണക്കാക്കപ്പെടുന്നു. ഇതോടെ സംസ്ഥാനത്താകെ 13.34 ലക്ഷം കർഷകർക്ക് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കും. ഏകദേശം 6,220 കോടി രൂപയുടെ വലിയ സാമ്പത്തിക ബാധ്യതയാണ് ഇതിനായി സർക്കാർ ഏറ്റെടുത്തിരിക്കുന്നത്. സംസ്ഥാനത്തിന്റെ കാർഷിക വികസനത്തിലും കർഷകരുടെ സാമ്പത്തിക സുരക്ഷിതത്വത്തിലും വലിയൊരു ചുവടുവെപ്പാണ് ഈ വിപുലീകൃത പദ്ധതിയിലൂടെ സർക്കാർ നടപ്പിലാക്കുന്നത്. ഏറ്റവും കൂടുതൽ കർഷകർക്ക് പ്രയോജനകരമാകുന്ന രീതിയിൽ തയ്യാറാക്കിയ ഈ പദ്ധതി വരും നാളുകളിൽ തമിഴ്നാട്ടിലെ കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകുമെന്നതിൽ സംശയമില്ല. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.